ഹായ് ഡിയേഴ്സ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്, ഇതാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, കീം അലോട്ട്മെന്റിലൂടെ നമ്മൾ ഓൺലൈനായി അപ്ലിക്കേഷൻ സമർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസമായിരിക്കും. ഇപ്പൊ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ കോളേജിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. തേർഡ് അലോട്ട്മെന്റിന് ശേഷം നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം മോപ്പപ്പ് അലോട്ട്മെന്റുകൾ ഉണ്ടാവും, അപ്പോഴും നമ്മൾ കോളേജിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് എപ്പോഴാണോ അഡ്മിഷൻ ലഭിച്ച് കോളേജിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് നിങ്ങളുടെ സിഇയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. കൂടാതെ ഓരോ കുട്ടിയും ഏത് ഡേറ്റിനാണ്, ഏത് സമയത്താണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ടൈമും ഡേറ്റും പ്രത്യേകമായി നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ അകത്തും ഉണ്ടാകും. ഇപ്പോൾ കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഒരുമിച്ച് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോക്കകത്തുണ്ടാവും. ആ ഒരു ടൈമും ഡേറ്റിനുമാണ് നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളുടെയും ഒറിജിനൽ കോപ്പിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി ആദ്യമേ തയ്യാറാക്കി ഫയൽ ചെയ്ത് വെക്കേണ്ടതാണ്. ഒറിജിനൽ വേറെയും ഫോട്ടോ കോപ്പി വേറെയുമായിട്ട് ഒരു ഫയൽ ചെയ്ത് അത് നന്നായി ക്ലിപ്പ് ചെയ്ത് എടുത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ് വളരെ പെട്ടെന്നായിരിക്കും വരുന്നത്. ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് പ്രയാസമാവും. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സുകളും ഉണ്ടാവും. എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നതായിരിക്കും. റിസർവേഷനും സ്പെഷ്യൽ റിസർവേഷനും, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്ന എല്ലാ രേഖകളും, ഇതെന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് നമ്മുടെ വീഡിയോയിലൂടെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കരുതി വെക്കുക. പിന്നീട് പെട്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഓൾറെഡി നിങ്ങൾ എടുത്തു വെച്ച കയ്യിലുണ്ടാവും, അതിൻ്റെ കോപ്പി കയ്യിൽ കരുതുക. എല്ലാ ഡോക്യുമെന്റ്സുകളും ഒരു ഫയലിൽ അടക്കി വെക്കുക. എന്നാണോ റിപ്പോർട്ട് ചെയ്യേണ്ട സമയം അന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് എടുത്ത് പോകാവുന്നതാണ്. കൂടാതെ എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സിൻ്റെയും ഫോട്ടോ കോപ്പി നിങ്ങൾ വേറെ തന്നെ എടുത്ത് കീപ്പ് ചെയ്ത് വെക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്കോ എന്തിനെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒറിജിനൽ കോപ്പി ചിലപ്പോൾ കോളേജിൽ കൊടുക്കേണ്ടി വരും. അത് തിരിച്ചു കിട്ടുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ 1-2 കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് വീട്ടിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് ലഭിക്കുന്നത് ആ കോളേജിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പൊ കുട്ടികളെ, കഴിഞ്ഞ വർഷമൊക്കെ ഓരോ കുട്ടിക്കും പ്രത്യേകം ഡേറ്റും ടൈമും അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ അകത്തുണ്ടാകും. ഏത് ടൈമാണ്, ഏത് ഡേറ്റിനാണ് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം കോവിഡിന്റെ പശ്ചാത്തലമായതുകൊണ്ട് എല്ലാ കുട്ടികളും ഒരുമിച്ച് വന്ന് അഡ്മിഷൻ എടുക്കുന്നത് പ്രയാസകരമായതിനാലാണ് കുട്ടികൾക്ക് സമയം കൊടുത്തിരുന്നത്. എല്ലാ കുട്ടികളും നിങ്ങൾ ആ ഡേറ്റിന് തന്നെ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിൽ ഒന്നാമത്തേതാണ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത്. സാധാരണ SLCയുടെ കോപ്പി മതി. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, നിങ്ങളുടെ അഡ്രസ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇനി അഥവാ നിങ്ങളുടെ ജന്മസ്ഥലം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടി വരും. അടുത്തത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് TC ആണ്. നിങ്ങൾ ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എവിടെയാണോ പഠിച്ചിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ TC ആണ് വേണ്ടത്. ഇപ്പൊ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിങ്ങൾ +2 പഠിച്ച സ്കൂളിലെ TCയും അവർ തന്നിരിക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കേണ്ടത്. ഇനി ഡിഗ്രി വല്ല അഡ്മിഷനോ പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റും അവർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചിരിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുമാണ് ആവശ്യം. ഇനി കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് 6 മാസമാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേറ്റ് പ്രത്യേകം നോക്കേണ്ടതാണ്. 6 മാസത്തിന്റെ മുന്നേ ഉള്ളതാണെങ്കിൽ നിങ്ങൾ പുതിയ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. അടുത്തതായി ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഓഫ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഇത് സാധാരണ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്റെ മാർക്ക് ലിസ്റ്റ് ആണ് വേണ്ടത്. CBSE ആയാലും ICSE ആയാലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും അതിന്റെ മാർക്ക് ലിസ്റ്റുകളാണ് വേണ്ടത്. കൂടാതെ പാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക്
അപ്പോൾ ആ സർട്ടിഫിക്കറ്റും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. അടുത്തത് റെസിപ്റ്റ് ഓഫ് ഫീ റെമിറ്റഡ് ആണ്. അതായത് നമുക്കറിയാം സിയിലേക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന ഫീസിന്റെ റെസിപ്റ്റ് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, റെസിപ്റ്റ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. അതിന്റെ റെസിപ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നതായിരിക്കും, അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇതിന്റെ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റീഫണ്ട് ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് അത് കാണാവുന്നതാണ്. അടുത്തത് ഡാറ്റ ഷീറ്റ് ഓഫ് കീം 2021 ആണ്. അപ്പൊ ഇതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ അലോട്ട്മെന്റ് സമയമാകുമ്പോൾ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് അലോട്ട്മെന്റ് മെമ്മോ ഇഷ്യൂഡ് ബൈ ദ സിഇ ആണ്. ഇതും അവിടെ വരുന്നതായിരിക്കും. അലോട്ട്മെന്റ് മെമ്മോയും ഉണ്ടാവും, ഇതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ആവശ്യമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICSE ഒക്കെ കേരളത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട. കേരളത്തിന്റെ പുറത്ത് പഠിച്ച അതർ സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ, +2 ഒക്കെ അതർ സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇത് അവർ അതിന്റെ ഫോർമാറ്റിൽ തന്നെ തയ്യാറാക്കി കൊണ്ടുവരേണ്ടതാണ്. ഇതുപോലെ തന്നെയാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും. ഇത് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം, അതായത് പുറത്തുള്ള സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികൾക്കാണ് വേണ്ടത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇഫ് അപ്ലിക്കബിൾ എന്ന് പറയുന്നുണ്ട്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ അകത്തുണ്ട്, അവസാനത്തെ പേജിലുണ്ട്. നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ടാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. ഗവൺമെന്റ് ഡോക്ടറുടെ സീലും സൈനും വേണം ആ സർട്ടിഫിക്കറ്റിന്റെ അകത്ത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഇത് അഡ്മിഷന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ മോഡൽ നമ്മളൊന്ന് കാണിച്ചു തരാം. അടുത്തതായിട്ട് എനി അതർ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഇൻ ദി അലോട്ട്മെന്റ് മെമ്മോ. അതായത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോക്കകത്തുള്ള എനി അതർ ഡോക്യുമെന്റ്സ്, അലോട്ട്മെന്റ് മെമ്മോ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വേണ്ടതെന്ന് അതിലും പറഞ്ഞിട്ടുണ്ടാവും. ആ അലോട്ട്മെന്റ് മെമ്മോക്കകത്തുള്ള എല്ലാ ഡോക്യുമെന്റ്സുകളും നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ഇതൊക്കെ തന്നെയായിരിക്കും അലോട്ട്മെന്റ് മെമ്മോക്കകത്തും ഉണ്ടാവുക. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഒറിജിനൽ ഓഫ് ഓൾ ദി ഡോക്യുമെന്റ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡഡ് വിത്ത് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിലെല്ലാം എണ്ണി ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സുകളും, അതായത് റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സമയത്ത് ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. ഫോട്ടോ കോപ്പി ഉണ്ടാവണം, അതിന്റെ ഒറിജിനൽ കോപ്പിയും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം, എല്ലാ ഡോക്യുമെന്റ്സുകളും. ഓക്കെ, ഇപ്പൊ സ്പോർട്സ് കോട്ടയാണെങ്കിലും NCC കോട്ടയാണ്, സ്പെഷ്യൽ റിസർവേഷൻ, ഇങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ടിക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും അതിന്റെ ഒറിജിനൽ കോപ്പി, ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അടുത്തതായിട്ട് ഫീ ബാലൻസ് ഓഫ് ഫീ ഓഫ് ദി കോഴ്സ് ഷുഡ് ബി പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു സിയിലേക്ക് എല്ലാവരും 10,000 രൂപയായിരിക്കും അടച്ചിട്ടുണ്ടാകുക. SC ST OEC കുട്ടികളാണെങ്കിൽ 1000 രൂപയായിരിക്കും അടച്ചിട്ടുണ്ടാവുക. അവർക്ക് ഫീസ് ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ആണോ, ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് ആണോ എന്നനുസരിച്ച് അതിൽ ഫീസ് ഡീറ്റെയിൽസ് ഉണ്ടാവും. ബാലൻസ് ഫീ ഉണ്ടെങ്കിൽ അവിടെ കോളേജിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ ആ ഫീസ് തുകയും കൂടി നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഇപ്പൊ കുട്ടികളെ ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഒരു 5-6 കോപ്പി ഫോട്ടോസും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം അവിടെ ഫോട്ടോ ആവശ്യമാണെങ്കിൽ പിന്നെ അപ്പം നമുക്ക് ഓടേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഫോട്ടോയുടെ ഒരു 2-3 കോപ്പി കയ്യിൽ വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രോസ്പെക്ടസിന്റെ അകത്തുണ്ട്. ആ മോഡൽ ഒന്ന് കാണിക്കാം. കുട്ടികളെ, ഇതാണ് ഫിസിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു മാതൃക. അതായത് നിങ്ങളുടെ പ്രോസ്പെക്ടസിലെ 104ാമത്തെ പേജിലാണ് ഇതുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ മോഡലുണ്ട്. അതായത് BSc ഫോറസ്ട്രി കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു മോഡലും ഉണ്ട്. ഇത് എഞ്ചിനീയറിംഗും മെഡിക്കൽ കോഴ്സുകൾക്കും പോകുന്ന കുട്ടികളുടെ മോഡലാണ്. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു പേജ്, അതായത് 104ാമത്തെ പേജ് നിങ്ങൾക്ക്, അപ്പൊ ഈ ഒരു 104ാമത്തെ പേജ് മാത്രം നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് കഫേലെട്ടം പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് തരുന്നതായിരിക്കും. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഏതെങ്കിലും ഗവൺമെന്റ് ഡോക്ടറെ കൊണ്ടാണ് സീൽ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഒക്കെ ആ സമയത്ത് ചെയ്താൽ മതി. ഇത് ഡോക്ടറാണ് ഫില്ല് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ഡോക്ടറുടെ സിഗ്നേച്ചറും സീലും ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാം. കീം സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മുടെ ചാനലിലൂടെ ലഭ്യമായിരിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.